ഹലോ, അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് പഴം വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ. ബീറ്റർ ഒന്നും വേണ്ട, നമുക്ക് വിസ്ക് യൂസ് ചെയ്ത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ പഴുത്ത പഴം ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് അത്ര പഴുത്ത പഴം അല്ലായിരുന്നു. ഈ തൊലിയൊക്കെ കറുത്തിട്ട് കളയാൻ വെച്ചിരിക്കുന്ന ഏത്തപ്പഴമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഏത്തപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. ഇങ്ങനത്തെ പഴമൊക്കെ ആണെങ്കിൽ ഒരു 2, 3, 4 എണ്ണം വരെയൊക്കെ പോകാട്ടോ. പിന്നെ ഒരു 2 കോഴി മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ബീറ്റർ ഒന്നും വേണ്ട, വിസ്ക് യൂസ് ചെയ്ത് ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറാണ്. ബട്ടറോട് ചേർക്കരുത്, അത് മെൽറ്റ് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ചേർത്തിട്ട് മിക്സ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് ബ്രൗൺ ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 1/2 കപ്പ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രൗൺ ഷുഗർ ഇല്ലയെന്ന് ഓർത്ത് വിഷമിക്കേണ്ട, നമ്മുടെ നോർമൽ പഞ്ചസാര ഇല്ലേ, അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആവുന്നതിനും വരെ ഒരു 2-3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഓർക്കും ഈ പഴം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ പോരെയെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനത് ചങ്ക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് 3 വട്ടം ഒന്നും അരിക്കേണ്ട, 1 വട്ടം അരിച്ചാൽ മതി. 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അരിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചാൽ മതി. കേക്കിൽ ആഡ് ചെയ്യുന്നത് പോലെ 3 വട്ടം ഒന്നും അരിക്കേണ്ട, 1 വട്ടം അരിച്ചാൽ മതി. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ലവേഴ്സൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇല്ല, ബ്ലൂബെറീസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സിലിക്കോൺ മോൾഡാണ്. ഈ ഒരു മോൾഡാകുമ്പോൾ നമുക്ക് ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് ബാറ്റർ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓവനിൽ വെക്കുമ്പോഴേ ഈ ഒരു മോൾഡ് യൂസ് ചെയ്യാവുള്ളൂ. സ്റ്റൗ ടോപ്പിലാണെങ്കിൽ ഇത് വെക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്കിൻ്റെ തന്നെ ഏതെങ്കിലും ടിന്നിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സോ എന്തെങ്കിലും ചോക്ലേറ്റോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ബ്രൗൺ ഷുഗർ തന്നെയാണ്. എന്നിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ തന്നെ 45 to 50 മിനിറ്റ്സിൽ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ വീടിന് 4 വശത്തും പാടമാട്ടോ. അപ്പോൾ അതേ നമ്മുടെ വീടിന് തൊട്ട് സൈഡിൽ തന്നെ കൊയ്ത്ത് നടക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്താൽ കേട്ടോ. അപ്പോൾ അച്ഛൻ ദേ അവിടെ നിന്ന് കച്ചിയൊക്കെ മാറ്റുന്നുണ്ട്. ഈ ഒരു പാടം മൊത്തം വീണ് പോയി, നെല്ല് വീണ് കിടക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര പാടായിരുന്നു കൊയ്ത്തൊക്കെ. കുഴപ്പമില്ല, കുറച്ച് ടൈം കൂടുതൽ എടുക്കുമെന്നേ ഉള്ളൂ, നമുക്ക് കൊയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ദേ കൊയ്ത്തൊക്കെ ഇങ്ങനെ കണ്ടു നിന്ന് നമ്മുടെ കേക്ക് അവിടെ കിടന്ന് ബേക്ക് ആവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ എൻ്റെ അടുത്ത് ഫോണൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കണ്ടു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ബേക്ക് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നേ. ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക, അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ അതേ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബനാന ബ്രെഡെന്നോ ബനാന കേക്കെന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചോ. അപ്പോൾ അതേ പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് നമ്മുടെ കേക്ക് ഉണ്ടായിരുന്നത്. 4 മണിക്ക് ചായയുടെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ല അടിപൊളി മണവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് വന്നിട്ട് ഇത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനത് കട്ട് ചെയ്ത് കൊയ്ത്ത് മെഷീൻ ഓടിച്ചുകൊണ്ടിരുന്ന അങ്കിളില്ലേ, അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊയ്ത്തിന് വന്ന ആൾക്കാർക്കെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീട്ടിൽ കളയാൻ വെച്ചിരിക്കുന്ന പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ.